ഹായ് കൂട്ടുകാരെ, റെയിൻ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് താമരയുടെ കുറച്ച് പോട്ടിംഗ് പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ റണ്ണേഴ്സൊക്കെയാണ് നമ്മളിന്ന് നടുന്നത്. സാധാരണ നമ്മൾ താമരയുടെ ട്യൂബേഴ്സാണ് നമ്മൾ നടാറുള്ളത്. ഇന്ന് നമ്മൾ നടാൻ പോകുന്നത് താമരയുടെ റണ്ണേഴ്സാണ്. ഇതൊക്കെ നല്ല ഹാർഡ് ട്യൂബറാണ്, കണ്ടോ. ഇതൊക്കെ നല്ല ട്യൂബർ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത്. റണ്ണറാകുമ്പോൾ ഇതേപോലെ ഇരിക്കത്തുള്ളൂ, കനം കാണത്തില്ല. ട്യൂബറാകുമ്പോൾ ഇതേപോലെ ഇരിക്കും, കണ്ടോ, നല്ല തിക്കായിരിക്കും. അപ്പം അത് നമ്മളിതാ ഈ രണ്ട് പോട്ടിൽ നടാൻ പോവാണ്. അപ്പോൾ രണ്ട് വെറൈറ്റിയാണ് നമ്മൾ ഇപ്പോൾ മേടിച്ചിട്ടുള്ളത്. ഒന്ന് യെല്ലോ പിയോണി, ഒന്ന് ഗ്രീൻ ആപ്പിളാണ്. ഇത് രണ്ടും പഴയ വെറൈറ്റിയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇവിടെ വീട് പണിയൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ കുറേ വെറൈറ്റീസൊക്കെ പോയി. പിന്നെ പേരെഴുതാതെ കുറേ വെറൈറ്റീസൊക്കെ മാറിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ പേരെഴുതി വെക്കുന്നത്. ടബിൽ കറക്റ്റായിട്ട് നമ്മൾ പേരെഴുതിയില്ലേ ചിലപ്പോൾ നമുക്ക് മാറിപ്പോവും. പിന്നെ നമുക്ക് സെയിൽ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാവും. പിന്നെ ഇത് വെച്ചേക്കുന്നത് എന്തിനാ അറിയോ, നമ്മൾ ഈ നട്ട് കഴിയുമ്പോഴേ കിളികൾ വന്ന് കുളിക്കും. അപ്പം നമ്മുടെ ട്യൂബർ ഇളകിപ്പോയി കേടായി പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ പട്ടികളുടെ ശല്യമുണ്ട് ഇവിടെ. നമ്മൾ പട്ടികൾ വന്ന് വെള്ളം കുടിക്കുന്ന വഴി ചിലപ്പോൾ ഇതൊക്കെ ഇളകിപ്പോവും. അതുകൊണ്ട് ഞാനിങ്ങനെ വെച്ചേക്കാണ്. കിളിച്ച് ഒരു പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. തൽക്കാലത്തേക്ക് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ ഇതാണ് റണ്ണർ നമ്മുടെ. ഇത് യെല്ലോ പിയോണിയുടെ റണ്ണറാണ്, കണ്ടോ. ഇത് ട്യൂബറല്ല, റണ്ണറാണ്, യെല്ലോ പിയോണി. ഇതാണ് നമ്മളിന്ന് നടാൻ പോകുന്നത്. അപ്പോൾ യെല്ലോ പിയോണിയുടെ ടബിലോട്ട് നമുക്ക് ഇത് നടാം. ഇപ്പോൾ റണ്ണർ നടാൻ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. റണ്ണർ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി. ഇവിടെ ഇത് ടച്ച് ചെയ്തിരിക്കണം, ഈ മണ്ണിൽ ഈ നോഡ് കണ്ടോ, ഇതിങ്ങനെ ടച്ച് ചെയ്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഇതേപോലൊരു വാരം പോലെ തോണ്ടുക സൈഡിലായിട്ട്. എന്നിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഈ വേരൊക്കെ മണ്ണിനടി പോകണം, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് മണ്ണിടുക. ഇത് മണ്ണിട്ടതിന് ശേഷം ഇത് പൊങ്ങി വരരുത്. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള കല്ലോ എന്തെങ്കിലും എടുത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചേക്കണം. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കല്ല് വെക്കാമെങ്കിൽ നല്ലതാണ്. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇനി വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക. പതുക്കെ ഈ റൂട്ട് ഇവിടെ ഇറങ്ങി കിളിച്ചോളും. ഇത്രയേ ഉള്ളൂ റണ്ണർ നടുന്നതിൻ്റെ. ഇനി വെള്ളം കൂടെ ഫില്ല് ചെയ്ത് ഞാൻ കാണിക്കാം.